പോലീസ് അസോസിയേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ തലങ്ങളിലും സഹകരണ മേഖല ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത്. ഇതൊന്നും ഈ 2 മാസമേ ആയിട്ടുള്ളൂ. 2 മാസം കഴിയുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള ഒരവസ്ഥയാണ്. ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് പ്രതിനിധികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാർച്ച് നടത്തുകയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അത് ഉദ്ഘാടനവും ചെയ്തിരിക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ കൊല്ലം തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അനുവദിക്കാനാവാതിരുന്ന പണം, അവസാനത്തെ ഗഡു, അത് സ്പിൽ ഓവർ വർക്കായിട്ട് ലഭിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും അത് അടുത്ത കൊല്ലം അംഗീകരിച്ച് കൊടുക്കുകയാണ് പതിവ്. ഇപ്പോൾ സ്പിൽ ഓവർ വർക്കിൻ്റെ പണം കൊടുക്കുന്നില്ല. 4 മാസമായി സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ട്. മാർച്ചിലാണല്ലോ അവസാനിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഒന്നാമത്തെ ഗഡു കൊടുത്തിട്ടില്ല. ഏതാണ്ട് 3000 കോടി രൂപ കൊടുക്കണം. 3000 കോടി കൊടുത്തിട്ടില്ല. ബഡ്ജറ്റിൽ തന്നെ ഏതാണ്ട് 1553 കോടി ഉറുപ്പിക ബാലഗോപാലൻ അവതരിപ്പിച്ച അന്നത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നതിൽ നിന്ന് കുറവായിട്ടാണ് ഇപ്പോൾ UDF അവതരിപ്പിച്ചത് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ കൊടുക്കുന്നില്ല. പിന്നെ മെയിൻ്റെനൻസ് ഗ്രാൻഡായിട്ട് കൊടുക്കേണ്ട 1400 കോടിയുണ്ട്, ആ പൈസയും കൊടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, അവരുടെ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടുന്ന വേതനം, അംഗൻവാടികൾക്ക് കൊടുക്കേണ്ടുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യം, അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ, ഞാൻ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല, നിരവധി പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫണ്ടും അനുവദിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകെ. ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ മഹാഭൂരിപക്ഷവും UDF ആണ്. അതുപോലെ തിരുവനന്തപുരത്ത് BJP ആണ്. ഞങ്ങൾ കോഴിക്കോട് മാത്രമാണുള്ളത്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി, ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും UDF-ൻ്റെയാണ്. പഞ്ചായത്ത് ഭൂരിപക്ഷം അവരതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അവരതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്നൊരവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. ഇതിനെതിരായിട്ട് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മുനിസിപ്പൽ ചെയർമാന്മാരും കോർപ്പറേഷൻ ചെയർമാന്മാരും അതുപോലെ തന്നെ കൗൺസിലർമാരും എല്ലാം കൂടിച്ചേർന്നുകൊണ്ട് വലിയൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തേണ്ടി വന്നു. ഇതിപ്പോഴും LDF-ൻ്റെ ഭാഗമായിട്ടാണ് നടന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിച്ച് മുന്നോട്ടേക്ക് പോകണം. അതൊരു പ്രാദേശിക ഗവൺമെൻറ്റുകളാണല്ലോ. ഈ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ UDF ഗവൺമെൻറ് 2 മാസം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രശ്നം സജീവമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അടുത്ത് പഞ്ചായത്തിലേക്കും ഒക്കെ മാർച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന 1-ാം തീയതിയും 3-ാം തീയതിയും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജനങ്ങളും ഇപ്പം മാർച്ച് ചെയ്യുകയാണ്. പക്ഷേ ഒരു നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ ശരിയാക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ശരിയാവുന്നില്ല. ശരിയാവണമെങ്കിൽ പണം കിട്ടണമല്ലോ, പണം കൊടുക്കുന്നില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ 57 ആരംഭിച്ച അധികാര വികേന്ദ്രീകരണത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾ രാജ്യത്തിന് മാതൃകയായില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. കേരളം മാതൃകയാണ് ഇന്ത്യക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിഹിതം. ഏതാണ്ട് 1500ഓളം കോടി ഉറുപ്പിക ആ വിഹിതം ഓരോ പഞ്ചായത്തുകൾക്കും ലഭിക്കുന്നതാണ്. അതിപ്പം പൂർണ്ണമായിട്ടും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. ആ പണവും നഷ്ടപ്പെടാൻ പോവുകയാണ്. ഏതാണ്ട് 6 ലക്ഷത്തിലധികം വീട് എടുക്കാൻ തീരുമാനത്തിൽ 5 ലക്ഷം വീട് പൂർത്തിയായിട്ടുണ്ട്. ഇനി 1 ലക്ഷം വീട് പൂർത്തിയാക്കാൻ ബാക്കിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ, സ്പിൽ ഓവർ ഒന്നും അനുവദിക്കാത്ത സാഹചര്യത്തിൽ വളരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിലുടനീളം ഉയർന്നു വരുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മാർച്ച്. 1-3 തീയതികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മാർച്ച് നടക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അല്ല, അന്ന് തന്നെ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം സെൻട്രൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാണ്. തിടുക്കത്തിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള തീരുമാനം വന്നിട്ടുള്ളത്.
അന്ന് ഗവൺമെൻറ്റിൻ്റെ മേലെ വേറെ തീരുമാനം എടുത്തിരുന്നില്ല. അല്ല, ആദ്യം അങ്ങനെ കൊടുത്തു കേന്ദ്ര ഏജൻസി അന്വേഷണം, പിന്നെ അതിന് തിരുത്ത് നിയമോപദേശം വേണ്ട എന്നുള്ള അർത്ഥത്തിൽ വരികയും ചെയ്തു. അപ്പോൾ രണ്ട് കോൺട്രഡിക്ടറി ആയ സ്റ്റേറ്റ്മെന്റ് ആ കാലത്ത് വന്നിരുന്നു. അല്ലല്ല, അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലാവുമല്ലോ. അവിടെ പോയിട്ട് ഫണ്ട് പിരിക്കാൻ ആഹ്വാനം ചെയ്തതാണ്, അതിൻ്റെ ഭാഗം പണം കിട്ടിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യം സമ്മതിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും കേരള ഏജൻസി മാത്രം മതിയാവില്ല എന്നുള്ളതാണ് അന്ന് ഗവൺമെൻറ്റിന് കൊടുത്ത കാര്യം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പക്ഷേ ഡൽഹി സംഭവത്തിലെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ട് ഐക്യദാർഢ്യം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് മറ്റു പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി അത് പിൻവലിക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തില് ഇപ്പോഴത് പറയുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോഴും പ്രതിപക്ഷ നേതാവ് കൊടുത്ത കത്ത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയെന്നാണ് പറയുന്നത്. ഇന്നിപ്പോ ആഭ്യന്തരമന്ത്രി പറയുന്നത് അത് DGPക്ക് കൈമാറിയെന്നാണ്. യാതൊരു അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും ആ കാര്യത്തിൽ സ്വീകരിച്ചില്ല. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ. ഇന്ത്യയിൽ നടന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം നടത്തിയ സമരം ഇന്ത്യയിലാകെ നടത്തിയാണത്. അത് യഥാർത്ഥത്തിൽ ഡൽഹി കേന്ദ്രത്തിലാണ് ആരംഭിച്ചതെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നടന്നു. അങ്ങനെയാണല്ലോ AK-47 ഉൾപ്പെടെ ബീഹാറിൽ ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തിയത്, പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തിയത്. അതൊക്കെ വന്നെയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് രാജ്യം വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിക്കക്കള്ളിയില്ലാതെ കേസ് പിൻവലിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. എന്നിട്ടും കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ എടുത്ത കേസ് പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, കണ്ണൂരിൽ ഒരു SFI പ്രവർത്തകൻ കൽത്തുറുങ്കിൽ കിടക്കുന്ന അവസ്ഥ തന്നെ വന്നു ആ കേസിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോഴും പിൻവലിക്കാൻ തയ്യാറില്ല. അത് BJPയുമായിട്ടുള്ള ഡീലിൻ്റെ ഭാഗം തന്നെയാണ്. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യം വഖഫ് ബോർഡിൻ്റെ എല്ലാം കാര്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അത് തെറ്റായ നിലപാടാണ്. അതിന് എതിരായിട്ട് ശക്തിയായിട്ടുള്ള സമരത്തിലേക്ക് ഇനിയും പോകേണ്ടി വരും. സമരം അടിച്ചമർത്താൻ വേണ്ടി കേസ് കൊണ്ടൊന്നും കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് AKG ഭവനിലേക്കാണ്. അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം വന്നപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും ഇല്ല, പോലീസിൻ്റെ വേഷവും ഇല്ല, അതുപോലെ തന്നെ ഈ പേരും ഇല്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ബ്രിട്ടാസുകൾ ശക്തിയെ ഇടപെട്ടപ്പോഴും നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന നിലയാണ് കണ്ടത്. പിന്നെ ഇപ്പോഴും കോടതിയിൽ പോയിട്ട് അതിന് സ്റ്റേയും കിട്ടി. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരായിട്ട് ജാമ്യം എടുക്കുന്ന ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിശക്തിയായിട്ട് ഐഷി ഘോഷിനെ പോലുള്ളവർക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ്. റദ്ദാക്കി, അത് കോടതി തന്നെ റദ്ദാക്കി. വാറണ്ട് ഇനി പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരായിട്ട് ഒരു പണ്ടത്തെ ഉള്ളൊരു കേസാണ്. ബംഗാൾ ഭവനിലേക്ക് മാർച്ച് ചെയ്ത ഒരു സമരത്തിൻ്റെ കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പിടിക്കാൻ പോകുന്നത്. CPIMൻ്റെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിലേക്ക് അരച്ച് കയറുകയാണ് പോലീസ്. പക്ഷേ അവിടെ MP-മാർ, അതായത് ബ്രിട്ടാസ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അവർക്ക് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തും ചെയ്യുന്നതാണല്ലോ നില. അപ്പോൾ ആ രീതിയിലുള്ള തെറ്റായ നിലപാടാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ടാണ് BJPക്ക് അനുകൂലമായിട്ട് VD സതീശനും നിലപാട് സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് തട്ടിക്കളിക്കുകയാണ്. ആ കേസ് പിൻവലിക്കാൻ തയ്യാറില്ല. രാജ്യം മുഴുവൻ പിൻവലിച്ചിട്ടും BJPക്കാരുടെ ഗവൺമെൻറ് പോലും കേസ് പിൻവലിച്ചിട്ടും കേരളത്തിലെ VD സതീശൻ്റെ ഗവൺമെൻറ് പിൻവലിക്കാൻ തയ്യാറില്ല.